നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതിൻ്റെ ആദ്യത്തെ ചുവടുവയ്പ്പാണ് അധ്യാപക പാക്കേജ്. സംതൃപ്തമായ അധ്യാപക സമൂഹം, മികച്ച പശ്ചാത്തല സൗകര്യം, മെച്ചപ്പെട്ട പാഠ്യപദ്ധതി എന്നിങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ ഇടപെടൽ നടത്താനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ കൃത്യമായ വിവരങ്ങൾ സർക്കാരിന് ലഭിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകൾക്ക് ശേഷവും ബന്ധപ്പെട്ട സ്കൂളുകളിൽ നിന്നും ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്നു എന്നുള്ള കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് ഒഴിവാക്കുന്നതിനു വേണ്ടിയും സമയബന്ധിതമായി പാക്കേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് സ്കൂളുകളും ഉദ്യോഗസ്ഥരും കൃത്യമായ വിവരങ്ങൾ യഥാസമയം നൽകേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഈ പുതിയ ഡാറ്റ കളക്ഷൻ പ്രക്രിയക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇതിനോട് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ യഥാസമയം നൽകി ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, കേരളത്തിലെ എല്ലാ സ്കൂളുകളിലെയും ഹെഡ് മാസ്റ്റർമാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ പ്രദർശിപ്പിക്കുന്നത്. ഈ വർഷം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനായി ഒരു ടീച്ചർ പാക്കേജ് സർക്കാർ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതിൻ്റെ പ്രധാന ഊന്നൽ കൊടുത്തിരിക്കുന്നത് ഇന്ന് നിലവിൽ നമ്മുടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പ്രവൃത്തിയെടുക്കുന്ന അധ്യാപകരുടെ വളരെ ഫലപ്രദമായ വിന്യാസം ഉറപ്പുവരുത്തുക എന്നുള്ളതിനാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതോടുകൂടി ഒരു അധ്യാപകൻ പ്യൂപ്പിൾ ടീച്ചർ റേഷ്യോ, ഒരു അധ്യാപകനും കുട്ടിയും തമ്മിലുള്ള അനുപാതം പുതുതായിട്ട് നമ്മൾ മാറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. LP തലത്തിൽ 30 കുട്ടികൾക്ക് ഒരു അധ്യാപകനും UP ഹൈസ്കൂൾ തലത്തിൽ 35 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോഴ് നമ്മൾ PTR നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ PTRന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ സംവിധാനം ചിട്ടപ്പെടുത്തണമെങ്കിൽ വളരെ സുപ്രധാനമായ കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഈ അടുത്ത 1-2 മാസത്തിനകം ചെയ്യേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോ സ്കൂളിലും ഇപ്പോൾ നിലവിലുള്ള സൗകര്യങ്ങൾ, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്, എത്ര കുട്ടികളാണുള്ളത്, എത്ര അധ്യാപകരാണെന്നുള്ളതിൻ്റെ ഒരു കണക്കെടുപ്പാണ്. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള മറ്റൊരു കാര്യം, എലിമെൻ്ററി എഡ്യൂക്കേഷൻ സൈക്കിൾ 1 മുതൽ 8 വരെയുള്ള എലിമെൻ്ററി എഡ്യൂക്കേഷൻ സൈക്കിൾ നമ്മൾ നിർബന്ധിതമാക്കേണ്ടതുണ്ട് അടുത്ത അധ്യയന വർഷം മുതൽ. ഇതിൻ്റെ ഭാഗമായി 5ാം ക്ലാസ് LPയിലേക്കും 8ാം ക്ലാസ് UPയിലേക്കും കൊണ്ടുവരേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം ഉപയോഗിച്ച് സ്കൂളുകളിൽ ഘടനാപരമായ മാറ്റങ്ങൾ വരുമ്പോൾ ഇത് വളരെ വ്യക്തമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് വിവരമാണ്, ഡേറ്റയാണ്. സ്കൂൾ തലത്തിലുള്ള ഡേറ്റയുടെ കൃത്യമായ ശേഖരണവും അതിൻ്റെ ഒരു അനാലിസിസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിന്യാസം ഫലപ്രദമായി നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഈ വിന്യാസം ഫലപ്രദമായി നടത്തുന്നതോടുകൂടി നമ്മുടെ ഗുണപരമായ വിദ്യാഭ്യാസ മേഖല ഇടപെടലിന് പുതിയ മാനങ്ങൾ നമുക്ക് കൊണ്ടുവരാനും കഴിയും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടീച്ചർ പാക്കേജിൽ ഈ നയത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രധാന ഊന്നൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം, അടുത്ത വർഷം മുതൽ തലയെണ്ണലും അതനുസരിച്ചുള്ള സ്റ്റാഫ് ഫിക്സേഷനും എടുത്തു കളയുക എന്നുള്ളതാണ്. അതിന് പകരമായി UIDയുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുക. UIDയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും ഇന്ന് നമ്മുടെ സ്കൂളുകളിൽ നിലവിലുള്ള അനാശാസ്യമായ ചില പ്രവണതകൾ, ഇല്ലാത്ത കുട്ടികളുടെ എണ്ണം പെരുപ്പിച്ച് കാണിക്കുക, അടുത്ത സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ കൊണ്ടിരുത്തുക, ഈ കാര്യങ്ങളൊന്നും നടത്താൻ നമുക്ക് കഴിയുകയില്ല. പക്ഷേ UIDയുടെ പൂർണ്ണമായ നടത്തിപ്പ് വരാൻ അല്പം കൂടി സാവകാശം എടുക്കും. അതുകൊണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ ഇനി നടക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായ സാഹചര്യത്തിൽ സത്യസന്ധമായിട്ടും വളരെ വ്യക്തമായും യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഒരു വിവരശേഖരണമാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടി ഈ മാസം നമ്മൾ 1 ഡേ വെരിഫിക്കേഷൻ്റെ ഡേറ്റയും
തലയെണ്ണലിൻ്റെ ഡേറ്റയും 6 വർക്കിംഗ് ഡേ സ്ട്രെങ്ത്തും ഒക്കെ എടുത്ത് പരിശോധിച്ചപ്പോൾ ഇതിനകത്തെല്ലാം ഒത്തിരി ഡേറ്റ തെറ്റായ രീതിയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വളരെ വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ മാസത്തിലെ കണക്ക്, ഒക്ടോബർ മാസത്തിൽ എല്ലാ സ്കൂളിനും അവരുടെ സ്കൂളിലെ കുട്ടികൾ ക്ലാസ് തിരിച്ച് മീഡിയം തിരിച്ച് കൃത്യമായ കണക്ക് അധ്യാപകരുടെ എണ്ണവും കൃത്യമായി തരണമെന്നൊരു നിർദ്ദേശം ഇവിടുന്ന് കൊടുത്തിരുന്നു. നിർഭാഗ്യവശാൽ ഈ നിർദ്ദേശം വളരെ ലാഘവത്തോടുകൂടിയാണ് എല്ലാ സ്കൂളുകാരും എടുത്തിട്ടുള്ളത്. പല സ്കൂളുകളിൽ വന്നിട്ടുള്ള വിവരങ്ങളിൽ കാര്യമായ അപാകതകൾ ഉണ്ടായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഈ സ്ഥിതി അനുവദിക്കാനാവുന്നതല്ല. ഇപ്പോൾ ഈ വീഡിയോ വഴി ഉദ്ദേശിക്കുന്നത് ഓരോ സ്കൂളും അവരുടെ സ്കൂളിലുള്ള കുട്ടികളുടെയും അധ്യാപകരുടെയും മീഡിയം ഡിവിഷൻ തിരിച്ച് ക്ലാസ് തിരിച്ചുള്ള കൃത്യമായ എണ്ണം തരുന്നതിന് വേണ്ടിയിട്ട് ഒരു IT അധിഷ്ഠിത സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് സത്യസന്ധമായും കൃത്യമായും കുട്ടികളുടെയും അധ്യാപകരുടെയും ക്ലാസ് തിരിച്ച് മീഡിയം തിരിച്ചിട്ടുള്ള കണക്ക് IT സംവിധാനം വഴി അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ടാക്കേണ്ടതാണ്. ഇത് ഫെബ്രുവരി മാസം 20-ാം തീയതിക്ക് മുമ്പായിട്ട് ഈ പ്രവർത്തനം പൂർത്തിയാക്കേണ്ടതുമാണ്. 2 കാര്യങ്ങൾ: ഒന്ന്, കൃത്യതയോടെ വിവരം തരിക; 2, സമയബന്ധിതമായിട്ട് ഇത് പൂർത്തിയാക്കുക. ഇതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇതുവരെ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്ന നമ്പർ, കുട്ടികളുടെ എണ്ണമായിട്ട് ഈ കുട്ടികളുടെ എണ്ണവും ഇതിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് അധ്യാപകനെയോ ഹെഡ് മാസ്റ്ററെയോ പണിഷ് ചെയ്യാനോ ഹെഡ് മാസ്റ്റർക്കെതിരെ നടപടിയെടുക്കാനോ അല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സത്യസന്ധമായ ഒരു കണക്ക് കിട്ടി, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു കള്ളത്തരം അല്ലെങ്കിൽ ഇവിടെ ഒരു ഡേറ്റ, തെറ്റായ ഡേറ്റ തരുന്നത് കൊണ്ട് തൽക്കാലം ഒരു പക്ഷേ ഒരു 2-3 മാസത്തേക്ക് ഈ തെറ്റായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പോകാമെന്നുള്ളതല്ലാതെ UID ഇംപ്ലിമെന്റ് ചെയ്യുന്നതോടുകൂടി എന്തായാലും ഈ കള്ളം പിടിക്കപ്പെടും. അങ്ങനെ പിടിക്കപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ ഡേറ്റ തെറ്റായി തന്നിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ, അധ്യാപകർക്കെതിരെ, ഹെഡ് മാസ്റ്റർമാർക്കെതിരെ വളരെ കർശനമായ നടപടി ഉണ്ടാകുകയും ചെയ്യും. നേരത്തെ പറഞ്ഞ ക്ലാസ്സിൽ ഉള്ള കുട്ടികളുടെ എണ്ണം, ഡിവിഷൻ, മീഡിയം തിരിച്ചുള്ള കുട്ടികളുടെ എണ്ണവും അധ്യാപക എണ്ണത്തിനും പുറമെ ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി നിങ്ങളുടെ ഇന്ന് വേണ്ടത്, നിങ്ങളുടെ ഓരോ സ്കൂളിനും ഇന്ന് നിലവിലുള്ള എക്സ്റ്റെൻറ്റ് ഓഫ് ലാൻഡ്, ഏക്കറിൽ എത്ര ലാൻഡാണ് നിങ്ങളുടെ കൈവശമുള്ളത് എന്ന വിവരം കൂടി IT അധിഷ്ഠിത സംവിധാനം വഴി ഫീഡ് ചെയ്യേണ്ടതാണ്. വീഡിയോയിൽ ഏതൊക്കെ പാരാമീറ്റേഴ്സാണ് ഫീഡ് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആ പാരാമീറ്റേഴ്സ് മുഴുവനും ഫീഡ് ചെയ്യാനായിട്ട് നിർബന്ധമായും നിങ്ങൾ ശ്രദ്ധ കൊടുത്ത് സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾ ഓരോരുത്തരെയും നേരിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ളത് ആണ് എൻ്റെ ഉദ്ദേശം. അതേസമയം അത് പ്രായോഗികമായിട്ട് സാധിക്കാത്തത് കാരണം നേരത്തെ AUമാരുടെയും DUമാരുടെയും DDമാരുടെയും ഒരു സംയുക്ത യോഗം തിരുവനന്തപുരത്ത് നടന്നപ്പോൾ എടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു CD തയ്യാറാക്കി നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി യോഗം വിളിച്ച് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് ഉള്ള ഒരു തീരുമാനമെടുക്കുകയും അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയും ചെയ്തത്. നിങ്ങൾ ഓരോരുത്തരും പല തരത്തിലുള്ള കണക്കുകൾ സർക്കാർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് പലപ്പോഴായിട്ട് നൽകുന്നുണ്ട്. പക്ഷേ ഈ കണക്കുകളൊന്നും തന്നെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുന്നതല്ല, അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൽ നിന്നും വളരെ അകലെ നിൽക്കുന്നതാണ് എന്നാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റ കളക്ഷനും അതിൻ്റെ അനാലിസിസും തെളിയിക്കുന്നത്. അപ്പോൾ ഇനിയും അത് അനുവദിക്കുവാൻ കഴിയുന്നതല്ല. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മൾ അധ്യാപക പാക്കേജിന് രൂപം നൽകിയത്. അധ്യാപക പാക്കേജ് നടപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഗവൺമെൻറ് ഉത്തരവുകളും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സർക്കുലറുകളും അതിനെ ആവശ്യമായിട്ടുള്ള നേരിട്ടുള്ള ചർച്ചകളും എല്ലാം തന്നെ നടത്തിയതിന് ശേഷമാണ് ഈ പാക്കേജിൽ ഉൾപ്പെടുത്തുന്നു എന്ന് നിങ്ങൾ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള ടീച്ചേഴ്സിന് അംഗീകാരം നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള ഉത്തരവ് DPയിൽ നിന്നും നൽകിയത്. ചില വിദ്യാഭ്യാസ ഓഫീസർമാരുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കഴിഞ്ഞ അവലോകന യോഗത്തിൽ കാണുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള അപാകതകൾ ഇനിയും ആവർത്തിക്കാതിരിക്കുന്നതിനും യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന തരത്തിൽ ഈ പാക്കേജ് അതുപോലെ അതിൻ്റെ റിഫോംസും നടപ്പാക്കുന്നതിന് വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കേണ്ട റിഫോംസ് നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ
ഫലപ്രദമായിട്ട് നടപ്പാക്കുന്നതിനും ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങളോട് കൂടുതൽ വിവരങ്ങൾ ആരായുന്നതും അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളോട് നിർദ്ദേശിക്കുന്നതും. വിദ്യാഭ്യാസ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടീച്ചർമാരുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ അത് നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ CD-യിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ റിഫോംസ്, വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന റിഫോംസ് പ്രധാനമായിട്ടും ഇപ്പോൾ LP സെക്ഷനിൽ 5ാം ക്ലാസ് വരുന്നു, UP സെക്ഷനിലേക്ക് 8ാം ക്ലാസ് വരുന്നു, സെക്കൻഡറി, ഹയർ സെക്കൻഡറി ഒരു പ്രത്യേക വിഭാഗമായിട്ട് വരുന്നു. അങ്ങനെ ഒരു 3 തലത്തിലുള്ള ക്ലാസ് റൂം റീഅറേഞ്ച്മെന്റും അതുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. RT ആക്ട് നടപ്പാക്കുമ്പോൾ നമ്മൾ പീപ്പിൾ ടീച്ചർ റേഷ്യോ PTR മാറ്റം വരുത്തുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന നിരവധി പ്രോജക്റ്റുകൾ, സ്കീമുകളുണ്ട്, കേന്ദ്ര സഹായത്തോടെയും അല്ലാതെയും. നോൺ മീൽ സ്കീം അത്തരത്തിലുള്ള ഒന്നാണ്. ടെക്സ്റ്റ് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ, നമ്മൾ ഓരോ സ്കൂളിലും എത്ര ക്ലാസ്സുകളുണ്ടോ, ഓരോ ക്ലാസ്സിലും എത്ര കുട്ടികളുണ്ടോ, ഓരോ കുട്ടിക്ക് എത്ര പുസ്തകങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കെടുത്താൽ മാത്രമേ കൃത്യമായി അത് അച്ചടിച്ച് വിതരണം ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ കൃത്യമായ സ്ഥിതിവിവര കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ആകണം നമ്മൾ ഓരോ കാര്യവും പ്ലാൻ ചെയ്ത് നടപ്പാക്കേണ്ടത്. അതിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നില്ല, സ്കൂളുകളിൽ നിന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് പൊതുവെ വന്നിരിക്കുന്ന ഞങ്ങൾ കണ്ട ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ഒക്ടോബർ 3-ന് ഓരോ സ്കൂളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം എടുക്കുന്നതിന് ഓരോ ഹെഡ് മാസ്റ്റർമാരെയും ചുമതലപ്പെടുത്തി. ഹെഡ് മാസ്റ്റർമാർ വിവരങ്ങൾ ശേഖരിച്ച്